ഇവിടെ വന്ന് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതിൻ്റെ 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെ മാതാവ് എനിക്ക് ഇൻ്റർവ്യൂവിന് വഴിയൊരുക്കി തന്നു. ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി ഓഫർ ലെറ്റർ കിട്ടിയപ്പോൾ അത് സാലറി വളരെ കുറവായിരുന്നു. കാരണം എനിക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ മാതാവ് പറഞ്ഞു, ഞാനല്ലേ നിനക്ക് ഈ ജോലി എന്നത്, നീ ധൈര്യമായി ആ ഓഫർ സൈൻ ഇടാൻ പറഞ്ഞു. ഞാനങ്ങനെ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ച ആ ഓഫർ ലെറ്റർ സൈൻ ഇട്ടു. പിന്നീട് എനിക്ക് പോകാനുള്ള ടിക്കറ്റും വിസയും 12/5/2025 ആയപ്പോൾ വന്നു. പക്ഷേ എൻ്റെ അറ്റസ്റ്റേഷൻ, അതായത് ലാസ്റ്റ് എക്സ്പീരിയൻസ് അറ്റസ്റ്റേഷൻ ചെയ്യാൻ വേങ്ങിച്ച സർട്ടിഫിക്കറ്റ് ഏജൻസിയിൽ നിന്ന് തന്നില്ല. അവരെന്നോട് പറഞ്ഞു, നീ പൊക്കോ, അത് ഞങ്ങൾ അയച്ചു തന്നേക്കാം. പക്ഷേ സൗദി റൂൾ അനുസരിച്ച് നമ്മൾ ലേറ്റസ്റ്റ് സർട്ടിഫിക്കറ്റ് അവിടെ കാണിക്കണം. ഞാൻ വളരെ ഭാരത്തോടെ അതവർ പറഞ്ഞ ശേഷം അതിനു മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഈ ആൾത്താരെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അമ്മേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് പോകാനുള്ള സമയമായി. എനിക്ക് പോകുന്നതിന് മുമ്പ് അമ്മ എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കൈ കൊണ്ട് തരണം. 10/5/2025 അമ്മ മാതാവ് അത് അവരുടെ കയ്യിൽ നിന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. അങ്ങനെ ഞാൻ 12/5/25 എൻ്റെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അതേപോലെ തന്നെ എൻ്റെ സാലറിയുടെ കാര്യം ഞാൻ പറഞ്ഞുവല്ലോ, സാലറി വളരെ കുറവായിരുന്നു. ഞാൻ ആദ്യം അവിടെ ഇരുന്നൊരു സ്ത്രീയോട് ചോദിച്ചു, അതായത് ഞങ്ങളുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയോട് ചോദിച്ചു, എനിക്ക് സാലറി കുറവാണ്, ഞാൻ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇനി കൂട്ടുമെന്ന് തോന്നുന്നില്ല, ഓൾറെഡി നീ കോൺട്രാക്ട് സൈൻ ചെയ്തതല്ലേ എന്ന്. അപ്പം അവർ പറഞ്ഞു, നിൻ്റെ റിസ്കിൽ വേണമെങ്കിൽ പോയി ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അതിനു മുമ്പ് 91 സങ്കീർത്തനവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയിട്ട് ആ ഫിനാൻസ് മാനേജറിന് മുമ്പിൽ വിശുദ്ധ ഉപ്പിട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. വിത്തിൻ 5 minutes എൻ്റെ സാലറി അവർ ഡബിളായി തന്നു. ഇത് തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ സാലറിയിലെ ചെറിയൊരു സമ്പാദ്യം അമ്മയുടെ കാണിക്കയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്.